ഹലോ ഗൈസ്, കോയമ്പത്തൂർ വന്നിട്ട് ഇന്ന് 2ാം ദിവസമാണ്. രാവിലെ 2 മുട്ട പപ്സും ചായയും കുടിച്ച് ഡേ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. 2 പറഞ്ഞിട്ട് ഇപ്പം മുട്ട പപ്സിന്റെ എണ്ണം പെർ ഹെഡ് 3ഉം ചായയുടെ എണ്ണം 2ഉം ആയി കേട്ടോ. ആർത്തി, ആഹാര സാധനങ്ങളുള്ള അമിതമായ ആർത്തി ഇല്ലെങ്കിൽ ഒരാൾ എത്ര കഴിച്ചാലും ഒരു ദിവസം 4200 രൂപ വരില്ല. രാവിലെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്ന് കറങ്ങിയേക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചു. പോയ വഴി ഒരു കാര്യവും ഇല്ലാതെ ബെറ്റുവപ്പായി. ആ കാണുന്ന കെട്ട് ചാടിക്കിടന്ന മുട്ട അടിക്കാന്ന് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു കേട്ടോ. ഞാനും ബൂസ്റ്റ് ചെയ്തു, ഒന്നും നോക്കിയില്ല. പക്ഷെ ചാട്ടം മാത്രമേ നടന്നുള്ളൂ, മുട്ടയടി നടന്നില്ല കേട്ടോ. എല്ലാ കൂട്ടത്തിലും കാണുമല്ലോ ഇതുപോലെ ബെറ്റ് വെച്ച് തോറ്റുപോയാൽ പറഞ്ഞത് ചെയ്യാത്തതായിട്ട് ഒരാൾ. കറക്കമൊക്കെ കഴിഞ്ഞ് ഏകദേശം 6 മണിയായപ്പോഴേക്കും ഞങ്ങൾ പരിപാടി സ്ഥലത്തെത്തി. കണ്ണ് തെള്ളിപ്പോന്ന് തിരക്കായിരുന്നു കേട്ടോ. അവിടെ കഴിഞ്ഞ ദിവസം വിദ്യാസാഗറിന്റെ പരിപാടിക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ 3 ഇരട്ടി ആളുകളുണ്ടായിരുന്നു. പരിപാടി കാണാൻ നാട്ടിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ടേ പോകുന്നുള്ള ഉറച്ച തീരുമാനത്തിൽ ക്യൂ നിന്ന് തുടങ്ങി. 10-15 മിനിറ്റ് ശ്വാസം മുട്ടിയെങ്കിലും പ്രയോജനം ഉണ്ടായി കേട്ടോ. തിക്കിലും തിരക്കും വിട്ട് സ്റ്റേജിന്റെ ഏറ്റവും മുന്നിൽ തന്നെ എത്തി. ഏകദേശം ഒരു 8 മണിയായപ്പോഴേക്കും വിജയ് ആന്റണി വന്നു കേട്ടോ. സ്റ്റേജിന്റെ ഏറ്റവും മുമ്പിൽ നിന്നതുകൊണ്ട് തന്നെ വിജയ് ആന്റണിയെ നല്ലതുപോലെ കാണാൻ സാധിച്ചു. 8 മണിയായപ്പോഴേക്കും പരിപാടി സ്റ്റാർട്ടായി കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ.